വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാരോട്ട് റീഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ലൈഫിൽ നിയറസ്റ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ആകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. സ്ട്രെങ്ത്, 4 of Pentacles, Judgment, Nine of Wands, Justice, Hierophant, 2 of Wands, Emperor, 3 of Wands, World. ബോട്ടം ഓഫ് ദ ഹയറോഫൻ്റ് ആണ് വന്നിരിക്കുന്നത്. നത്തിങ്നെസ്, ഡ്രീം, സൈലൻസ്, ഔട്ട്സൈഡർ, playfulness, beyond illusion, hanging to the past, aloneness, master. നിയറസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന മാനിഫെസ്റ്റേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അതായത് ഇത്രയും കാലം ഒരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നതെന്നുള്ളതാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും കാണാൻ പറ്റുന്നുണ്ട്. മീൻസ് ഇത്ര വരെയും ഒരു ജഡ്ജ്മെൻറ്റിലായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പോയിക്കൊണ്ടേയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി ഉള്ളൊരു ജോബ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കിട്ടുന്ന പൈസയൊക്കെ ചിലവായി പോകുന്നുണ്ടാവാം. അങ്ങനെ കൃത്യമായിട്ട് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അങ്ങനെയാണ് ഇത്രയും കാലം നിങ്ങൾ പോയിട്ടുള്ളത്. ബട്ട് അതിലോട്ട് ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട്. അതാണ് ഇവിടെ സ്ട്രെങ്ത്തും 4 ഓഫ് പെൻറ്റക്കിൾസും വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻറ്റ് അതിനെയാണ് കാണിക്കുന്നത്. അതായത് ഈ പെൻറ്റക്കിൾ എനർജി എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെയും അതുപോലെ കരിയർ വൈസ് സ്റ്റെബിലിറ്റി ഇതിനെയൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ ആ സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഇത്രയും കാലം ജഡ്ജ്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, അത് സ്ട്രെങ്ത്തിലോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ, നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ഒബ്സ്റ്റക്കിൾസാണ് ഉള്ളത്. ഈ ഒരു കരിയർ വൈസ് നോക്കിയാലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലും ഏത് കാര്യത്തിലും നിങ്ങളുടെ സ്റ്റെബിലിറ്റിയിൽ എപ്പോഴും നിങ്ങൾക്ക് എവിടെയും സ്റ്റെബിലിറ്റി വരാതെ, നിങ്ങൾക്ക് എവിടെയും ഒരു നിലനിൽപ്പില്ലാതെ എപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് തടസ്സപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാൻ പോവുകയാണ്. ഇവിടെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ട്രോങ്ലി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള ഒരവസരം കിട്ടും എന്നുള്ളതാണ്. അതല്ല വിദേശത്തുള്ളവരാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി, നിങ്ങൾക്ക് സെറ്റിൽ ആവാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ സ്ട്രോങ്ലി അബ്രോഡിൻ്റെ ഒരു ഇതാണ് കാണാൻ പറ്റുന്നത്. അപ്പം കടൽ കടന്നു പോവുക അങ്ങനെയൊക്കെയുള്ള ഒരിതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഹൈലി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദൂര സ്ഥലത്ത് പോയിട്ട് ജോബ് ചെയ്യാനും അവിടെ നിങ്ങൾ സെറ്റിൽ ആവാനും അവിടെ നിങ്ങളുടെ ഡെസ്റ്റിനി എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ. അപ്പം നിയറസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അബ്രോഡ് പോകാനുള്ള ഒരു ചാൻസാണ് ഇവിടെ 90% കാണിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരാനും ഇത്രയും കാലം ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഇത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ഇപ്പോൾ ഒരു മാസ്കുലൈൻ എനർജി വന്നിട്ടുണ്ട്. അത് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിരിക്കാം.
ഈ വീഡിയോ കാണുന്നവർ മെന്നാണെങ്കിലോ വിമൺ ആണെങ്കിലോ ഇവിടെ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് ഒരു മാസ്കുലൈൻ എനർജി മെൻ്ററായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ആൾ പറയുന്ന പോലെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് ലൈഫിലോട്ടേക്ക് നല്ല കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവ യോഗത്തിൽ വരും. മാത്രമല്ല നിങ്ങൾക്ക് മുന്നിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ബ്രേക്ക് ആവും എന്നുള്ളതും കൂടി കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഈ മെൻ്റർ വന്നതിൻ്റെ ഇതാണ്. ഇത്രയും കാലം നിങ്ങൾക്കൊരു ഗൈഡൻസ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ തരും എന്നുള്ളതാണ്. ഇവിടെ അതിൻ്റെ ആ ഒരു ഇത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരാളുടെ പ്രസൻസ്, ഒരു മാസ്കുലൈൻ എനർജീൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവർ മേ ബി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ഗുരുവിനെ കാണിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്, മാസ്റ്ററും വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഓവറോൾ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ രണ്ട് കാർഡിലും ഈ രണ്ട് ഡെക്കിലും സെയിം എനർജിയാണ്. അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളുടെ പ്രസൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അത്രയും ഹൈലി സ്പിരിച്വൽ കണക്ഷനുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരും. നിങ്ങൾക്കുണ്ടായിരുന്ന ബ്ലോക്കൊക്കെ മാറും. ഈ ഒരു കാര്യമാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവാൻ പോകുന്നത്. അതായത് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് ആണ് കാണുന്നത്. അത് കഴിയുമ്പോൾ അതൊരു അച്ചീവ്മെൻറ്റ് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്തും ഉണ്ടാവും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതാണ് ബിയോണ്ട് ഇല്യൂഷൻ ഇവിടെ വന്നിരിക്കുന്നത്. ബട്ട് അത് ആദ്യം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ആയതിനു ശേഷം മാത്രമേ സ്പിരിച്വാലിറ്റിയിലുള്ള ഒരു ഗ്രോത്ത് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. അത് ഈ ഒരു ഗുരു വഴിയായിരിക്കും ഉണ്ടാവുക. ആ ഗുരുവിൻ്റെ പ്രസൻസ് അത്രയും ഹൈലി കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇവിടെ ഹയറോഫൻ്റ് ആയാലും എംബ്രർ ആണെങ്കിലും അതുപോലെ ബോട്ടം ഓഫ് ദി ഡെക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടും സെയിം എനർജിയിലാണ് വന്നിരിക്കുന്നത്. ഗുരു തുല്യമായിട്ടുള്ള ഏതോ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ട് ഒരാളുടെ പ്രസൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ ആൾ വഴി നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് ജസ്റ്റിസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ഈ ആൾ വഴി ഓപ്പൺ ആക്കപ്പെടുന്നത്. അത് തന്നെയാണ് ഇവിടെ എംബ്രറും ഹയറോഫൻ്റെയും മിഡിലായിട്ട് 3 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. ഇത് അത്രയും നിങ്ങളുടെ ഒരു പുതിയ തലത്തിലോട്ടേക്ക്, നിങ്ങളെ പുതിയൊരു വേർഷനിലോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന ഒരാളുടെ പ്രസൻസ് ആണ് ഇടതും വലതും കാണിക്കുന്നത്. ആ നടുവിൽ പോകുന്നത് നിങ്ങളുടെ ഒരു യാത്രയാണ്. നിങ്ങളുടെ ഈ യാത്രയിൽ മുന്നേ ജഡ്ജ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് വോൺസിന് മുകളിലായിട്ട് ജഡ്ജ്മെൻ്റ് വന്നിരിക്കുന്നത്. അതിന് താഴെയായിട്ട് സൈലൻസ് ആണ് വന്നിരിക്കുന്നത്. അത് കാണിക്കുന്നത് അത്രയും കാലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ജഡ്ജ്മെൻറ്റ് സൈലൻസിലോട്ടേക്ക് വരുവാണ്. ഈ സൈലൻസിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെയാണ് നിങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു ഇൻഫ്ലുവൻസ് ആണ് ഈ വന്ന വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലോട്ടേക്കുള്ളത്. ഇവർ നിങ്ങളുടെ ശരിയായ പാതയിലോട്ടേക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇവർ വഴി നിങ്ങൾക്ക് വരുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. നിയറസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റെബിലിറ്റിയാണ് വരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ സ്വപ്നം കണ്ടതൊക്കെ യാഥാർത്ഥ്യമാകാൻ പോകുന്നുണ്ട്. അതായത് സ്വപ്നം കണ്ടത് നിങ്ങൾ ഡേ ഡ്രീം ചെയ്യുന്നുണ്ടാവാം. മീൻസ് നിങ്ങളുടെ സ്വപ്നം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉറക്കത്ത് കാണുന്ന സ്വപ്നമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതാണ് ഇവിടെ സ്വപ്നമായിട്ട് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ഒരു ഫാൻറ്റസി വേൾഡിൽ, അതായത് നിങ്ങൾക്ക് ഒരിക്കലും നടക്കാത്ത കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്നുണ്ടാവാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുന്നിലത്തെ കാര്യങ്ങൾ, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോഴും നിങ്ങൾ പഴയ കാര്യത്തിലാണ് കണക്റ്റ് ആയിട്ടുള്ളത്. ആ ഒരു നിങ്ങളുടെ പഴയ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല എന്നുള്ള തോട്ടായിരിക്കും നിങ്ങൾക്ക്. അതായത് നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റിലെ കഴിഞ്ഞു പോയ ജീവിത കാലഘട്ടത്തിൽ എന്തൊക്കെ നടന്നോ അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം, നിങ്ങളുടെ സ്വപ്നമായിരിക്കുന്ന, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയ എന്തെങ്കിലും കാര്യമായിരിക്കും, ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്ന കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മുന്നിലെ കാര്യങ്ങൾ വെച്ച്, നിങ്ങളുടെ ലൈഫിൽ മുന്നേ എന്തൊക്കെ നടന്നു ആ കാര്യങ്ങൾ വെച്ചാണ് നിങ്ങൾ വിലയിരുത്തുന്നത്. ഇത് നടക്കില്ല എന്നുള്ള ഒരു മുൻകൂട്ടി അവിടെ നിങ്ങൾ വിധി എഴുതി ഇത് നടക്കില്ല എന്നുള്ളത്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആയിട്ട് വരും. കാരണം അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷനിലേക്കാണ് നിങ്ങളുടെ എനർജി പോകുന്നത്. അതിൽ നിങ്ങൾക്ക് പാസ്റ്റിലെ വിട്ടുകളയാം.
പാസ്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കണ്ട ഈ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. പാസ്റ്റ് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇവിടെ പ്രശ്നം. പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫ് വെച്ച് ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ബട്ട് ഇത് വരുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് കുറച്ച് ടൈം എടുക്കും. ഇപ്പം നിയറസ്റ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത് സ്റ്റെബിലിറ്റിയാണ്. അത് ഈ ഗുരു വഴി നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ്, ഇതൊക്കെ വെച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം വരുന്നത്. അതുപോലെ അബ്രോഡ് പോകാനും അവിടെ സെറ്റിൽ ആവാനുള്ള നിങ്ങളുടെ ആഗ്രഹം, അതിന് ജസ്റ്റിസ് കിട്ടാൻ പോകുന്നു എന്നുള്ളത്. എന്ത് ആഗ്രഹമാണെങ്കിലും ഇവിടെ ജസ്റ്റിസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ ഒരു ആഗ്രഹം ഇത്രയും കാലം ജഡ്ജ്മെൻറ്റിലായിരുന്നു, അതിന് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു. ബട്ട് ആ ഒബ്സ്റ്റക്കിൾസ് മാറി അത് ജസ്റ്റിസിലോട്ടേക്ക് വരുന്നുണ്ട്. ആ ഒരു വേർഡ് വന്നിട്ടുണ്ട്, അത് പൂർണ്ണതയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മീൻസ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊക്കെ പുറത്താണ് നിങ്ങളുള്ളത്. ഒരിക്കലും അകത്തോട്ടേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ, അതാണ് ഇവിടെ ഔട്ട്സൈഡർ കാണിക്കുന്നത്. ബട്ട് അവിടെ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ വാതിൽ അവിടെ ലോക്ക് ആയിട്ടില്ല, അവിടെ ഓപ്പൺ ആയിട്ടാണുള്ളത്. ബട്ട് നിങ്ങൾ ആ ഓപ്പൺ ആയിരിക്കുന്ന ആ ലോക്ക് നോക്കുന്നില്ല, പുറത്താണുള്ളത്. അവിടെ വെറുതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഔട്ട്സൈഡർ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു കുട്ടി അവിടെ ഒരു ഗേറ്റിന് വെളിയിലായിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഡോറ്, ആ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടില്ല, ആ ലോക്ക് അവിടെ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി അത് കാണുന്നേ ഇല്ല. ആ കുട്ടി ആ ഗേറ്റും പിടിച്ച് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഒരു അന്യനെ പോലെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ സെയിം എനർജിയാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ ഡോറിൻ്റെ ലോക്ക് അവിടെ ഓപ്പൺ ആണ്, പക്ഷെ ആ ഓപ്പൺ ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു അന്യനെ പോലെ നിങ്ങൾ വെളിയിൽ നിന്ന് അകത്തോട്ടേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓപ്പൺ ആയിട്ടുള്ള ലോക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്? ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്, അതായത് പാസ്റ്റിൽ ഹാങ് ആയതുകൊണ്ട്. നിങ്ങളുടെ ശ്രദ്ധ കംപ്ലീറ്റ്, നിങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ് കഴിഞ്ഞ കാലത്തിലാണുള്ളത്. ഈ ഒരു ലോക്ക് എന്ന് പറയുന്നത്, ഈ ഒരു ലോക്ക് പ്രസൻറ്റിലാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുള്ളത്, ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്. ബട്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഈ പ്രസൻറ്റിൽ ഓപ്പൺ ആയിട്ടുള്ള ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് നിങ്ങളുടെ ഫോക്കസ് പ്രസൻറ്റിലല്ല, നിങ്ങളുടെ ഫോക്കസ് പാസ്റ്റിലാണ്. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഇവിടെയാണ് ആ ഒരു ഗുരുവിൻ്റെ, നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരാളുടെ പവർ ഉള്ളത്. മീൻസ് ഈ മാസ്കുലൈൻ എനർജിയിലുള്ള ഒരാളെന്ന് പറയാനുള്ള കാരണം അയാളുടെ എനർജിയാണ്. അത് മേ ബി സ്ത്രീ ആയിരിക്കാം, പുരുഷനായിരിക്കാം. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആ വ്യക്തിയിൽ കൂടുതലും ഉള്ളത് മാസ്കുലൈൻ എനർജിയിലുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇവിടെ മാസ്കുലൈൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലോക്ക് കാണാത്തടത്താണ് നിങ്ങളുള്ളത്, ലോക്ക് ഓപ്പൺ ആയത് കാണാത്തടത്ത്. ഇവിടെയാണ് ഈ ഒരു ഗുരുവിൻ്റെ, നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വന്ന മെൻറ്ററിൻ്റെ പ്രസക്തി. ഈ അടഞ്ഞിരിക്കുന്ന ഗേറ്റിൻ്റെ വെളിയിൽ നിന്നും അകത്തോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഈ ഗുരുവിനെ നിങ്ങളിലേക്ക് ദൈവം അയച്ചത് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് എങ്ങോട്ടാണ് ചോദിച്ചാൽ ഇവിടെ 3 of Wands ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തേക്ക്, മീൻസ് നിങ്ങളുടെ നോർത്ത് നോഡിലേക്ക്. ആ നോർത്ത് നോഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഡെസ്റ്റിനി അവിടെയാണുള്ളത്. ആ ഡെസ്റ്റിനിയിലേക്കാണ് നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നത്. അതുപോലെ ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, ആ ഒരു ഗുരുവിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഡിവൈൻ ഫെമിനൈനെ കാണിക്കുന്നതാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു മാസ്കുലൈൻ എനർജിയിലുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. ആ വ്യക്തിൻ്റെ പവറിനെയാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഹൈ പ്രീസ്റ്റസ്. അതായത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒരുപോലെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്ന, സ്പിരിച്വൽ റെലവും അതുപോലെ ഫിസിക്കൽ റെലവും ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്ന, ഈ 2 തലത്തിൽ നിന്നും ഒരുപോലെ ജ്ഞാനം ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. ആ വ്യക്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ മാസ്റ്റർ എന്ന് പറയുന്നത്, ഈ മാസ്റ്റർ എന്ന് പറയുന്നതും ആ ഒരു ഗുരുവിനെ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടിട്ടാണ് ഉണ്ടാവുക. ഈ ഒറ്റപ്പെടലിൻ്റെ കാരണവും നിങ്ങളുടെ പാസ്റ്റിലുള്ള ഫോക്കസ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള തടസ്സം ഇപ്പോൾ വരുന്നത് നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തിലുള്ള ശ്രദ്ധ അവിടുന്ന് മാറ്റുക. ആ ഒരു ശ്രദ്ധയാണ്, അവിടെയാണ് ശ്രദ്ധയുള്ളത്, അതാണ് മാറ്റിയെടുക്കേണ്ടത്. എന്തായാലും അത് മാറുക തന്നെ ചെയ്യും. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങളോ ഗൈഡൻസോ എന്ത് തന്നെ ആയാലും അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക എന്നുള്ളതാണ്. അതുവഴി നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ പറയുന്നത് ഫോളോ ചെയ്യാം. അതല്ല, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു ആൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നവരാണെങ്കിൽ അവരുടെ ഇതിൽ നിങ്ങൾക്ക് അത്രയും നല്ലൊരു ഗൈഡൻസ് ആണ് കിട്ടുന്നത്. അത് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ്.
അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറാണ് നോക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, ജഡ്ജ്മെൻറ്റിലായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ജസ്റ്റിസ് കിട്ടുന്നുണ്ട്, തടസ്സങ്ങൾ മാറുന്നുണ്ട്. അതുപോലെ ഒരു ഗുരു മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ അബ്രോഡ് പോകാനുള്ള വഴി തെളിഞ്ഞു വരുന്നുണ്ട്. അവിടെ സെറ്റിൽ ആവാനും അവിടെ ഗ്രോ ചെയ്യാനുള്ള വഴിയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയായാലും അത് മാനിഫെസ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഡോറ് ഓപ്പണായി വന്നിട്ടുണ്ട്. അത് കാണാത്ത ഒരു കുറവേ ഉള്ളൂ. അതിൻ്റെ പാതി വഴിക്കാണുള്ളത്. അതായത് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പാതി വഴിക്ക്, ആഗ്രഹം മാനിഫെസ്റ്റ് ആയി വരേണ്ട നിങ്ങളിലേക്ക് എത്തേണ്ടതിൻ്റെ പാതി വഴിക്ക്. അതുകൊണ്ടാണ് ഇവിടെ ഔട്ട്സൈഡർ 5 വന്നിട്ടുള്ളത്. 5 എന്ന് പറയുന്നത് പാതിയാണ്. ആ പാതി വഴിക്കാണ് നിങ്ങളുള്ളത്. അതിൻ്റെ അകത്തോട്ട് കടക്കലാണ് ഇനി ടാസ്ക്. അതൊരു ടാസ്ക് അല്ല. ഈ ഒരു ആൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എന്തെങ്കിലും ഗൈഡൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതുവഴി പോകുമ്പോൾ ആ ടാസ്ക് അവിടെ ഇല്ലാതാകും. നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിലോട്ടേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.